നമസ്കാരം. വാർത്താരംഭത്തിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം തലക്കെട്ടുകൾ. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി പ്രധാനമന്ത്രി ഇന്ന് കേരളത്തിൽ. പത്തനംതിട്ടയിൽ അനിൽ ആന്റണിയുടെ പ്രചരണ പരിപാടിയിൽ പങ്കെടുക്കും. സ്ഥാനാർത്ഥി നിർണയത്തിന് ശേഷം പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന കേരളത്തിലെ ആദ്യ പരിപാടി. TP കേസിൽ ജനങ്ങൾക്ക് LDF-നോട് എതിർപ്പില്ലെന്ന് കെ ശൈലജ. 2016-ലും 2021-ലും LDF-ന് അനുകൂലമായി വോട്ടർമാർ വിധി എഴുതിയത് ഇതിന് തെളിവ്. വടകരയിൽ എതിർ സ്ഥാനാർത്ഥി ആരെന്നത് വിഷയമല്ലെന്നും ശൈലജ കേരള വിഷൻ ന്യൂസിനോട്. കേരള സർവകലാശാല കലോത്സവ കേസിൽ പ്രതികളുടെ മുൻകൂർ ജാമ്യ ഹർജി ഇന്ന് ഹൈക്കോടതിയിൽ. പരിഗണിക്കുന്നത് പ്രതികളായ ജോമറ്റ്, സൂരജ് എന്നിവരുടെ ഹർജികൾ. ഹർജിയിൽ സർക്കാർ വിശദീകരണം നൽകും. ജോലി തേടിയെത്തുന്ന ഉദ്യോഗാർത്ഥികളെ പിഴിയാൻ മൃഗസംരക്ഷണ വകുപ്പ്. താൽക്കാലിക നിയമനത്തിന് അപേക്ഷിക്കാൻ വൻതുക ഫീസ് ഈടാക്കുന്നു. അപേക്ഷാ ഫീസ് 2500 രൂപ വരെ. പ്രതിഷേധവുമായി ഉദ്യോഗാർത്ഥികൾ. രാജ്യത്ത് പെട്രോൾ ഡീസൽ വില കുറച്ചത് പ്രാബല്യത്തിൽ. കൊച്ചിയിൽ പെട്രോളിന് 105 രൂപ 57 പൈസയും ഡീസലിന് 94 രൂപ 56 പൈസയുമായി. ഇന്ധനവില കുറയ്ക്കുന്നത് 2 വർഷത്തിന് ശേഷം.